ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. ഇപ്പോൾ എൻട്രൻസുകൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ എൻട്രൻസുകളുടെ ഒരു വലിയൊരു ചർച്ചയും കാര്യങ്ങളുമൊക്കെ തന്നെയാണ്, അതിൻ്റെ പ്രിപ്പറേഷനിലും കാര്യങ്ങളുമൊക്കെ തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകൾ എന്തൊക്കെയാണ്? അതിലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ അതിലൊന്ന് വിജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വരുണിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ മകന് IIT പ്രവേശനത്തിന് ശ്രമിച്ചു, അവനതിന് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അവനെ MIT പ്രവേശനം ശ്രമിച്ച് കിട്ടുകയാണ് ചെയ്തതെന്ന്. അതിലുള്ള ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ MIT അന്ന് ഈ നാരായണമൂർത്തി ഇത് പറയുന്ന സമയത്ത് ലോകത്തിലെ 1ാം നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. ഇപ്പോഴും ഏറ്റവും മെച്ചപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്ന് തന്നെയാണ് MIT. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ IIT തന്നെയാണ്. അപ്പോൾ IIT പ്രവേശനത്തിന് ശ്രമിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ മകന് MIT പ്രവേശനം നേടിയെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ലോകത്തെ ഏറ്റവും നല്ല 200 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പട്ടികയിൽ IIT ഇല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പട്ടികയിലുള്ളതാണ് MIT. അപ്പോൾ IIT പ്രവേശനം നേടുന്നതിനേക്കാൾ എളുപ്പമാണ് MIT പ്രവേശനം നേടുക എന്നതിൻ്റെ വ്യംഗ്യാർത്ഥം. ലോകത്തിലെ ഏറ്റവും കട്ടിയുള്ള പ്രവേശന പരീക്ഷ ഇന്ത്യയിലെ IIT ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് ശരിയുമാണ്. കാരണം 12ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ക്രീമിനെ തിരഞ്ഞാണ് IIT പ്രവേശന പരീക്ഷയിൽ എടുക്കുന്നത്. അതുപോലെ ലോകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും മേന്മേറിയ പരീക്ഷയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിലൊരുപാട് സർവീസുകളുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് IAS, IPS, IFS, IRS, IAAS അങ്ങനെ 28ഓളം സർവീസുകൾ അതിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ലോകത്ത് അറിയപ്പെടുന്ന പരീക്ഷകളാണ്, IIT എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷനും. ഇത് കൂടാതെ നമ്മുടെ ഈ നാട്ടിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എൻട്രൻസ് പരീക്ഷയുള്ള ഒരു നാടാണ് ഇന്ത്യ. കഷ്ടമാണത്. കാരണം ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ മുമ്പ് ഇപ്പോൾ എയിംസിൽ വേണമെങ്കിൽ വേറൊന്ന്, യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ വേറൊന്ന്, അതർ സ്റ്റേറ്റ് വേണമെങ്കിൽ വേറൊന്ന്, അങ്ങനെ മെഡിസിന് ട്രൈ ചെയ്യുന്ന കുട്ടി ഒരു ഡസൻ കണക്കിന് പരീക്ഷകൾ എഴുതേണ്ട ഗതികേടുണ്ടായിരുന്നു. അതുപോലെ മുമ്പ് എഞ്ചിനീയറിങ്ങിനും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരീക്ഷകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നത് സത്യത്തിൽ ഒരു പാതകമാണ്. നമ്മൾ ഈ കുട്ടികളെ അവരുടെ ക്ഷമ പരീക്ഷിക്കലും അവരുടെ സാമ്പത്തിക സ്ഥിതി പരീക്ഷിക്കലുമൊക്കെ ആയി മാറുകയാണ്. പല വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിൽ ബിരുദം കഴിയുന്ന ഒരാളിന് പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെ പോകണമെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഉണ്ട്, GRE, ഗ്രാജുവേറ്റ് റെക്കോർഡ്സ് എക്സാമിനേഷൻ. അതിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ജനറൽ GRE വേണമെങ്കിലും എഴുതാം. അത് എഴുതി കഴിഞ്ഞാൽ ഒരൊറ്റ പരീക്ഷ എഴുതാൽ മതി. അമേരിക്കയിലെ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും, ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ അമേരിക്കയിൽ പോകണമെങ്കിൽ വേറെയും ചിലപ്പോൾ പരീക്ഷ എഴുതേണ്ടി വരും. ചിലപ്പോൾ IELTS പരീക്ഷ എഴുതേണ്ടി വരും, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അല്ലെങ്കിൽ TOEFL എക്സാമിനേഷൻ, ടെസ്റ്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്, അങ്ങനെയുള്ള പരീക്ഷകൾ ചിലപ്പം എഴുതേണ്ടി വരാറുണ്ട്. പക്ഷേ അത് വിദേശികൾക്കേ വേണ്ടൂ. ആ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരൊറ്റ പരീക്ഷ എഴുതിക്കൊണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ നേടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. അത് ഇന്ത്യയിൽ അത് മിസ്സിംഗ് ആണ്. 12ാം ക്ലാസ് കഴിയുന്ന കുട്ടികളിപ്പം കേരളത്തിൽ അഡ്മിഷൻ വേണമെങ്കിൽ കീം എഴുതണം, മെഡിസിൻ അഡ്മിഷൻ വേണമെങ്കിൽ നീറ്റ് എഴുതണം, ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ വേണമെങ്കിൽ അതിൻ്റെ എൻട്രൻസ് എക്സാം മാത്രം എഴുതണം, അല്ലെങ്കിൽ NDA എക്സാമിന് പോകണം. അപ്പോൾ അങ്ങനെ ഡസൻ കണക്കിന് പരീക്ഷകൾ കൊണ്ട് കലുഷിതമാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം. ഇതിനെ ഏകോപിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കഴിയാവുന്നതിനെ ഏകോപിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞുള്ള പരീക്ഷകളെല്ലാം കൂടി CBSEയുടെ നേതൃത്വത്തിൽ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പരീക്ഷകളുടെ ബാഹുല്യം ഇപ്പോഴും ഉണ്ട്. ഇനി ഓരോ പരീക്ഷയെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ബിരുദം കഴിഞ്ഞ വിദ്യാർത്ഥി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞവരുടെ തന്നെ ഞാൻ പറയാം. എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല പരീക്ഷകൾ എഴുതാം. അതിലേറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ UPSCയുടെ, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ UPSCയുടെ, ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ UPSCയുടെ. ഇതൊക്കെ ഒരേ ലെവലിലുള്ള സർവീസാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഗേറ്റ് എക്സാമിനേഷൻ 1983 മുതൽ സജീവമായിട്ടുള്ളതാണ് ഗേറ്റ്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. ഈ ഗേറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നവരത്ന കമ്പനികളിൽ ജോലി കിട്ടും. IIT, NIT മുതലായ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പറ്റും. അത് ഒരു ഭാഗത്ത്. ഇനി ഇതൊന്നുമല്ലാതെ 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ വേണമെങ്കിൽ കീം എക്സാം എഴുതണം. ആർക്കിടെക്ചറിന് അഡ്മിഷൻ വേണമെങ്കിൽ കീം മാത്രം പോരാ, നാറ്റ നാഷണൽ ആർക്കിടെക്ചർ എബിലിറ്റി ടെസ്റ്റ് എഴുതിയിട്ട് അതിന്
കിട്ടുന്ന സ്കോറ് കീമിൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആർക്കിടെക്ചറിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ IIT എൻട്രൻസ് വേണമെങ്കിൽ ഇപ്പോൾ 2 പരീക്ഷകളുണ്ട്. ഒന്ന് ആദ്യത്തെ പരീക്ഷ IIT മെയിൻ, അത് നിരവധി പേര് എഴുതുന്നതാണ്. അതുകൊണ്ട് 15 ലക്ഷത്തോളം പേരാണ് IIT മെയിൻ എക്സാം എഴുതുന്നത്. അതിനകത്തുനിന്ന് ഏകദേശം 1 ലക്ഷത്തോളം പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഒരു 1.25 ലക്ഷത്തേക്ക് പോകുന്ന നോക്കുക. അവരിൽ നിന്ന് രണ്ടാമത് IIT അഡ്വാൻസ്ഡ് JEE ഉണ്ട്. അതായത് IIT JEE മെയിൻ എക്സാംസ് കഴിഞ്ഞിട്ട് അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരിൽ നിന്ന് 1.5 ലക്ഷം ആളെ എടുത്തിട്ട് അവർക്കും അഡ്വാൻസ്ഡ് എക്സാം, എന്നിട്ട് അതിലും ക്വാളിഫൈ ചെയ്യുന്നവരെയാണ് IIT-യിലേക്ക് വേണ്ടി വരുന്ന സീറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് IIT-യിലെ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പം തിരുവനന്തപുരത്തുള്ള VSSCയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെയുള്ള ചില അനുബന്ധ സ്ഥാപനങ്ങൾ IIT നിലവാരത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് NIT-കളിലേക്ക് കുട്ടികൾ അതിൽ നിന്ന് എടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ IIT JEE വഴി തന്നെ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ കയറാൻ പറ്റും. അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തും എല്ലാ ദേശീയ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ കിട്ടും. പക്ഷേ മിക്ക സംസ്ഥാനത്തും അതിൻ്റെ വ്യാപ്തി 15% സീറ്റിൽ ഒതുങ്ങുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് നീറ്റ് എക്സാമിൽ നിന്ന് വേണം 15% അഡ്മിഷൻ കൊടുക്കാനുണ്ട്. ബാക്കി 85%. ഇപ്പോൾ കേരളത്തിലിപ്പം നീറ്റിൽ നിന്ന് തന്നെയാണ് മുഴുവൻ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഈ എൻട്രൻസ് എക്സാമിൽ നിന്ന് അല്ലാതെ സ്റ്റേറ്റിൻ്റെ വേറൊരു മെറിറ്റ് ലിസ്റ്റും കൂടെ ഉണ്ടാകാറുണ്ട്. അത് ആ സംസ്ഥാനത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ചെയ്യാറ്. അതുകൊണ്ട് ഈ പരീക്ഷകളൊക്കെ പാസ്സാകണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, ഹാർഡ് വർക്ക്. പിന്നെ ഒന്നാമത്തെ തവണ ഈ പരീക്ഷ പാസ്സാവുമെന്ന് കരുതി എഴുതുന്ന പലർക്കും നിരാശ വേണ്ടി വരുന്നുണ്ട്. പല പരീക്ഷകളും 2-3 തവണയൊക്കെ എഴുതേണ്ടി വരാറുണ്ട്. അത് ഈ പരീക്ഷകളുടെ കാഠിന്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ എഴുതാനിരിക്കുന്നവർക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഫോക്കസും നല്ല ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ എൻട്രൻസ് ഒക്കെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? എനിവേ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.